ഒക്കെയുള്ള എല്ലാത്തിനുമുള്ള ഒരു മറുമരുന്നാണ് കെ എൻ ബാലഗോപാലിന്റെ ഈ ബജറ്റ് എന്ന് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നു. എത്രത്തോളം പ്രതീക്ഷകൾ സ്ഥാനത്തുണ്ടാകും, എത്രത്തോളം അസ്ഥാനത്തായി പോകുമെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഏതായാലും വളരെ പ്രതീക്ഷയോടുകൂടി, വളരെ ആകാംക്ഷയോടുകൂടി കേരള രാഷ്ട്രീയം കാത്തിരിക്കുന്ന ബജറ്റ് അവതരണത്തിന് ഇനി ശേഷിക്കുന്നത് 4 മിനിറ്റ് മാത്രമാണ്. കെ എൻ ബാലഗോപാൽ ധനമന്ത്രി സഭയ്ക്കുള്ളിൽ എത്തിക്കഴിഞ്ഞു. 9 മണിക്ക് തന്നെ ബജറ്റ് അവതരണം ആരംഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബജറ്റ് അവതരണത്തിലേക്ക് ഇടതുമുന്നണിയുടെ ധനമന്ത്രി കടക്കുകയാണ്. 6 തവണ അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കുക. സമ്പൂർണ്ണ ബജറ്റ് തന്നെ ഇത്തവണയും അദ്ദേഹം സഭയിൽ വയ്ക്കുകയാണ്. സാധാരണഗതിയിൽ അവസാന വർഷത്തിൽ ഒരു വോട്ട് ഓൺ അക്കൌണ്ടിലേക്ക് മാത്രം. ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സഭയ്ക്കുള്ളിലേക്ക് എത്തുന്നു. അദ്ദേഹത്തെ ഇടതുമുന്നണി നേതാക്കളൊക്കെ കാണുന്നു. റോഷി അഗസ്റ്റുണ്ട്, ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണനുണ്ട്, മന്ത്രിമാരായ വി ശിവൻകുട്ടിയും സജി ചെറിയാനുമുണ്ട്, കെ കൃഷ്ണൻകുട്ടിയുണ്ട്, MLA ഒക്കെ അദ്ദേഹത്തിന് ചുറ്റും കൂടുന്നു. ഒരു മുന്നണിയുടെ ഒന്നാകെ പ്രതീക്ഷകളുമായി കെ എൻ ബാലഗോപാൽ തന്റെ ബ്രീഫ് കേസുമായി സഭയ്ക്കുള്ളിലേക്ക്, അതിന്റെ സീറ്റിലേക്ക് നടക്കുകയാണ്. പി രാജീവ് വ്യവസായ മന്ത്രി, പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ്, റവന്യൂ മന്ത്രി കെ രാജൻ, അദ്ദേഹത്തിന് വലിയൊരു പ്രഖ്യാപനം മന്ത്രിസഭാ തീരുമാനത്തിന്റെ ഭാഗമായി വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെല്ലാം കടങ്ങൾ പൂർണ്ണമായി തള്ളുന്ന ഒരു പ്രഖ്യാപനം കെ രാജൻ നടത്തിയിരുന്നു. അദ്ദേഹവും ഇവിടെയുണ്ട്. വയനാട് പുനരധിവാസത്തിന് ഇനി എന്താണ് സർക്കാരിന് നൽകാനുള്ളത്, ആ ജനങ്ങളെ എങ്ങനെ ഒപ്പം നിർത്തും, ഒരു പ്രകൃതി ദുരന്തം ജനങ്ങളെ വല്ലാതെ ഒറ്റപ്പെടുത്തിയ, വലിയ തിരിച്ചടിയുണ്ടാക്കിയ ആ ദുരന്തം മറികടക്കാൻ എന്തെല്ലാം സഹായങ്ങൾ വയനാട്ടിലേക്ക് ഈ സർക്കാർ നൽകും, മലയോര മേഖലയ്ക്ക് എന്തെല്ലാം കൈത്താങ്ങി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും, അവിടെ രാഷ്ട്രീയം കൂടിയുണ്ട്. മലയോര മേഖലയ്ക്ക് നൽകുന്ന ഓരോ സഹായവും കേരള കോൺഗ്രസിന് അഭിമാനിക്കാനാവുന്ന, അവർക്ക് ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കാനുള്ള കാരണങ്ങളൊന്നായി മാറി. ഇപ്പോൾ ആ ബ്രീഫ് കേസ് അദ്ദേഹം തന്റെ ടേബിളിൽ വയ്ക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിലേക്ക് എത്തിക്കഴിഞ്ഞു. ബജറ്റ് അവതരണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. അല്പസമയത്തിനകം ഏതാണ്ട് 2.5 മിനിറ്റിൽ താഴെയാണ് ഇനി ബജറ്റ് അവതരണത്തിനുള്ളത്. ഇടതുമുന്നണി രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന സംസ്ഥാന ഭരണത്തിലേക്ക് അവർക്ക് തുടർച്ചയുണ്ടാക്കാൻ കഴിയുമോ എന്ന്, സംസ്ഥാന ഭരണം എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്കൊരു ഭരണം അവർക്ക് ഇല്ല. രാജ്യത്തൊരിടത്തും ഭരണമില്ലാത്ത അവസ്ഥയിലേക്ക് ഇടതുമുന്നണി പോകാതിരിക്കാനുള്ള അവരുടെ അവസാന പ്രതീക്ഷയാണ്, കച്ചിത്തുരുമ്പാണ് ഈ ബജറ്റ്. ഈ ബജറ്റ് എത്രത്തോളം ക്ഷേമ പ്രധാനമാകും, എത്രത്തോളം വികസന പ്രധാനമാകും എന്നതിനെ ആശ്രയിച്ചു കൂടിയിരിക്കും ഇടതുമുന്നണിയുടെ ഭരണത്തിലുള്ള തുടർച്ച. ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്ന് അദ്ദേഹം പ്രതിപക്ഷ ബെഞ്ചിലേക്ക് കടക്കുകയാണ്. എല്ലാ കഴിയുന്ന എല്ലാ MLA-മാർക്കും അദ്ദേഹം ഹസ്തദാനം നൽകുന്നു. എല്ലാവരുടെയും പ്രതീക്ഷകളുടെ ഭാരം പേറി ഇപ്പോൾ പ്രതിപക്ഷ ബെഞ്ചുകളിലേക്ക് എത്തുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ഇപ്പോൾ CPI-യുടെ കക്ഷിനേതാവ് കൂടിയായ CPI-യുടെ കക്ഷിനേതാവിനെ അദ്ദേഹം കാണുന്നു. മറ്റ് ഇടതുപക്ഷ നേതാക്കളുമുണ്ട്. അൻവർ സാദത്ത് പ്രതിപക്ഷ MLA ആണ്, കോൺഗ്രസ് MLA. 4 പേർ അദ്ദേഹത്തിന് ഹസ്തദാനം നൽകുന്നു. മാത്യു തോമസ് ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. KP മോഹനനുണ്ട്. പ്രതിപക്ഷ നിരയിലെ നേതാക്കളും അവിടെ എത്തിയിട്ടുണ്ട്. ആര്യാടൻ ഷൌക്കത്ത് അടക്കമുള്ള അഹമ്മദ് അടക്കമുള്ള നേതാക്കൾ അവിടെ ഉണ്ട്. ലീഗിന്റെ MLA-മാർക്ക്, KP മജീദ് അടക്കമുള്ളവർക്ക് അദ്ദേഹം ഹസ്തദാനം നൽകുന്നു. എല്ലാവരും ആശംസ അറിയിക്കുന്നു. രാഷ്ട്രീയമായി എതിർക്കുകയാണെങ്കിൽ പോലും ബജറ്റ് പ്രതിപക്ഷത്തിനും വളരെ നിർണായകമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. റോജി M. ജോണുണ്ട്, മറ്റ് പ്രധാനപ്പെട്ട MLA-മാർ ഷംസുദ്ദീൻ അടക്കമുള്ളവർ ഉണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ അടുത്തേക്ക് PK കുഞ്ഞാലിക്കുട്ടിയോട് അദ്ദേഹം കുശലം പങ്കിടുന്നു. രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ് PC വിശ്വനാഥ് അടക്കമുള്ളവർ, പ്രതിപക്ഷ നിരയിലെ യുവ MLA-മാർ എല്ലാം സന്നിഹിതരാണ്. പ്രതിപക്ഷ സഭയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. പ്രതിപക്ഷത്തിന്റെ MLA-മാർക്കും വലിയ പ്രതീക്ഷ സ്വാഭാവികമായും ബജറ്റുമായി ബന്ധപ്പെട്ടുണ്ടാകും. തങ്ങളുടെ മണ്ഡലങ്ങൾക്ക് എന്ത് കിട്ടുമെന്നൊരു ആകാംക്ഷ അവർക്കുണ്ടാകും. എല്ലാവരും അദ്ദേഹത്തിന് ആശംസ അറിയിക്കുകയാണ്. സ്വാഭാവികമായും ബജറ്റിന് മുമ്പ് ഈ ആശംസ അറിയിക്കുകയും ബജറ്റ് വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുകയും ചെയ്യുന്നതാണ് പ്രതിപക്ഷങ്ങളുടെ എക്കാലത്തെയും ശൈലി. എന്ത് ബജറ്റാകും കെ എൻ ബാലഗോപാലിന്റെ ബ്രീഫ് കേസിൽ ഉള്ളത്, എന്ത് മാജിക് ആകും അദ്ദേഹത്തിന്റെ ബ്രീഫ് കേസിലുള്ളത്. ഇപ്പോൾ പ്രതിപക്ഷത്തിലെ അദ്ദേഹം തിരികെ പോയി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകളുണ്ട്. അദ്ദേഹത്തിന്റെ ശൈലിയിൽ ബാലഗോപാലിന് ആശംസ അർപ്പിക്കുകയാണ്. മന്ത്രിമാർ അടക്കമുള്ളവരുണ്ട്. ഏതായാലും ബജറ്റ് അവതരണത്തിന് 1 മിനിറ്റ് മാത്രമാണ് ബാക്കി. ഇപ്പോൾ സ്പീക്കർ കടന്നു വരികയാണ്. സ്പീക്കർ അദ്ദേഹത്തിന്റെ സ്പീക്കർ സഭയിലേക്ക് കടന്നു വരുന്നു. സ്പീക്കർ എൻ ഷംസീർ സഭയിലേക്ക് കടന്നു വരുന്നു. അല്പസമയത്തിനകം സെക്കൻഡുകൾക്കകം ബജറ്റ് അവതരണം ആരംഭിക്കും. ഓർഡർ. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ, അങ്ങേക്ക് 2026-27 മുതൽ 2028-29 വരെയുള്ള മീഡിയം ടേം ഫിസ്ക്കൽ പോളിസി സ്റ്റേറ്റ്മെന്റ്, മീഡിയം ടേം ഫിസ്ക്കൽ പ്ലാൻ അടക്കമുള്ള സ്ട്രാറ്റജി സ്റ്റേറ്റ്മെന്റുകളും 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനയുടെ അന്തിമ സ്റ്റേറ്റ്മെന്റും, കേരള അടിസ്ഥാന സൌകര്യ നിക്ഷേപ നിധി ബോർഡിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ ഫിഡിലിറ്റി സർട്ടിഫിക്കറ്റും, 7ാം ധനകാര്യ കമ്മീഷന്റെയും
പൊതുവ്യയ പുനഃപരിശോധനാ കമ്മിറ്റിയുടെയും റിപ്പോർട്ടുകളും മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കാവുന്നതുമാണ്. യെസ് മിനിസ്റ്റർ. സർ, 2026-27 മുതൽ 2028-2029 വരെയുള്ള മീഡിയം ടൈം ഫിസ്ക്കൽ പോളിസി സ്റ്റേറ്റ്മെന്റ് മീഡിയം ടൈം ഫിസ്ക്കൽ പ്ലാൻ 2026-27 സാമ്പത്തിക വർഷത്തെ വാർഷിക ധനകാര്യ സ്റ്റേറ്റ്മെന്റ് എന്നിവ അടക്കമുള്ള മുഴുവൻ സ്ട്രാറ്റജി സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. 2025-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകളുടെ അന്തിമ സ്റ്റേറ്റ്മെന്റ്, കേരള അടിസ്ഥാന സൌകര്യ നിക്ഷേപ നിധി ബോർഡിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ ഫിഡിലിറ്റി സർട്ടിഫിക്കറ്റ്, 7ാം ധനകാര്യ കമ്മീഷന്റെ 1ാമത് റിപ്പോർട്ട്, ആയതിന്മേലുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്, 7ാമത് പൊതുവ്യയ പുനഃപരിശോധന കമ്മിറ്റിയുടെ ആദ്യ റിപ്പോർട്ട് എന്നിവയും മേശപ്പുറത്ത് വെക്കുന്നു. സർ, 2026-27 സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നത് ഏറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ്. ധനമന്ത്രി എന്ന നിലയിൽ ഞാൻ അവതരിപ്പിക്കുന്ന 6ാമത്തെ ബജറ്റാണിത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഞാൻ അവതരിപ്പിച്ച ഓരോ ബജറ്റും തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന് കൃത്യമായി ആസൂത്രണം ചെയ്ത പരിപാടികളുടെ പ്രഖ്യാപനങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ കൈവരിച്ച പുരോഗതി ഞങ്ങൾ ജനസമക്ഷം അവതരിപ്പിച്ചിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് അവതരിപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ടുകളും വിപുലമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി നടപ്പിലാക്കിയെന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് നടപ്പു വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. സർ, 10 വർഷം മുമ്പുള്ള കേരളമല്ല ഇന്നത്തെ കേരളം. എന്തെല്ലാ മേഖലകളിലും കേരളം പുതിയ നോർമൽ, ന്യൂ നോർമൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. പഴയ നോർമലുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ അതിശയകരവും അഭിമാനകരവുമായ പുരോഗതിയാണ് ജനജീവിതത്തിന്റെ എല്ലാ തുറകളിലും ഉണ്ടായിരിക്കുന്നത്. ഈ സമ്മേളനകാലത്ത് ഓരോ വികസന തുറയിലും വന്ന മാറ്റങ്ങൾ വിശദമായി ചർച്ച ചെയ്യപ്പെടണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. സ്ഥിതിവിവര കണക്കുകളും ഉദാഹരണങ്ങളും നിരത്തി സംസ്ഥാനം നേടിയ അഭിമാനകരമായ നേട്ടങ്ങൾ അവതരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പ്രതിപക്ഷത്തിന് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോടെ കേട്ടിരിക്കാനും ഞങ്ങൾ സന്നദ്ധരാണ്. അങ്ങനെ ഒരു ചർച്ച ഈ സഭയിൽ നടന്നാൽ അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു നല്ല മാതൃകയായിരിക്കും സൃഷ്ടിക്കുക. സർ, 2025-26 ബജറ്റ് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ ചില സന്തോഷ വർത്തമാനങ്ങൾ പങ്കുവച്ചിരുന്നു. ദീർഘകാലമായി സംസ്ഥാന സർക്കാർ നേരിട്ടിരുന്ന ധനവൈഷമ്യത്തിൽ നിന്നും നാം കരകയറിയിരിക്കുന്നു എന്നായിരുന്നു ആദ്യത്തെ പ്രസ്താവം. കേരളം സാമ്പത്തിക വളർച്ചയോടെ ഒരു ഉയർന്ന ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ടേക്ക് ഓഫിന് സജ്ജമായിരിക്കുന്നു എന്ന കാര്യവും തുടക്കത്തിൽ തന്നെ എടുത്തു പറഞ്ഞിരുന്നു. സർ, പുതിയ ബജറ്റ് പ്രസംഗത്തിൽ എനിക്ക് കൂടുതൽ സന്തോഷ വർത്തമാനങ്ങൾ പങ്കുവെക്കാനുണ്ട്. എന്നാൽ അവയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കേരളീയരെ ആശങ്കപ്പെടുത്തുന്ന എന്നാൽ ജാഗ്രതയോടെ നീങ്ങിയാൽ ഒഴിവാക്കാനാകുന്ന ഒരു അപകടത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്. സർ, എത്ര ബജറ്റ് അവതരിപ്പിച്ചാലും എത്ര ലക്ഷം കോടി ചെലവാക്കിയാലും കിട്ടാത്തൊരു സ്വത്ത് കേരളത്തിന് സ്വന്തമായി ഉണ്ട്. കേരളീയരുടെ ഒത്തൊരുമ എന്നാണ് ആ മഹത്തായ സ്വത്തിൻ്റെ പേര്. ശാന്തിയും സമാധാനവും മതസൗഹാർദ്ദവും ഒത്തൊരുമയും നിലനിർത്താനാവുന്നു എന്നാണ് നമ്മുടെ ഭാവി വളർച്ചയുടെയും ഐശ്വര്യത്തിൻ്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. വിദേശ സഞ്ചാരികളെയും സംരംഭകരെയും മൂലധനത്തെയും മറ്റും നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കാൻ ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു ഘടകത്തെക്കുറിച്ച് ആലോചിക്കാനാവില്ല. പക്ഷേ കേരളത്തിൻ്റെ ഈ കൂട്ടായ്മയെ തകർക്കാൻ ഉഗ്രവിഷമുള്ള വർഗീയ സർപ്പങ്ങൾ തക്കം പാർക്കുന്നുണ്ട്. കേരളീയ ജീവിതത്തിൻ്റെ സ്വച്ഛതയിലേക്ക് വിഷം പകരാൻ അവർ പലവരും ശ്രമിച്ചിട്ടുണ്ട്. സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് വിഷബാധകളെ ചെറുക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് പരാജയം സംബന്ധിച്ച് പിൻവാങ്ങുന്നവരല്ല മതരാഷ്ട്രവാദം ചുറ്റുന്ന വിഷസർപ്പങ്ങളെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കേരള ജനതയെ വർഗീയമായി വിഭജിച്ചും ധ്രുവീകരിച്ചും കീഴ്പ്പെടുത്താൻ പുതിയ തന്ത്രങ്ങളുമായി അവർ സജീവമായിരിക്കുന്നു എന്നത് കാണണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.